ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാ എൻ്റെ കൂട്ടുകാർക്കും ഈദ് മുബാറക്. നമ്മൾ ഇന്ന് പോകുന്നത് പെരുന്നാൾ രാവ് ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ്. പെരുന്നാൾ രാവ് ഞങ്ങൾ ആലപ്പുഴക്കാർ ആഘോഷിക്കുന്നത് വട്ടപ്പള്ളി സക്രിയ ബസാറിലോട്ടൊക്കെ പോയിട്ടാണ്. ഇപ്പോൾ നമ്മൾ നേരെ പോകുന്നതും സക്രിയ ബസാർ പള്ളിയിലോട്ടാണ്. അവിടെ ചെന്ന് കയറി ഞങ്ങളതേ മുല്ലപ്പൂവാണ് മേടിച്ചത്. പെണ്ണിന് എന്തെങ്കിലുമൊക്കെ കണ്ട അങ്ങനെ ഞാൻ പറഞ്ഞ് തിരിച്ച് വരുമ്പോൾ മേടിക്കാമെന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചില്ല. അത് കഴിഞ്ഞിട്ട് ഇതേ പടക്കം മേടിക്കുന്നുണ്ട്. പടക്കമൊക്കെ മേടിക്കും പൊട്ടിക്കുമോ എന്നൊക്കെ ഉണ്ട്. പക്ഷേ ചിലരൊക്കെ പൊട്ടിക്കും. അവിടെ ഇവിടെയൊക്കെ എല്ലാവരും പൊട്ടിക്കുന്നുണ്ട്. ഞങ്ങൾ അങ്ങനെയൊക്കെ വേണ്ടി പറഞ്ഞ് ആലോചിച്ച് ആൾക്കാരെ കണ്ട് എല്ലാവരോടും സ്നേഹം പങ്കുവെച്ചും പരിചയക്കാരെ കണ്ട് ഒരുപാട് ആൾ കാണാത്തവരെയൊക്കെ ഇന്നലെ കണ്ട് അങ്ങനെ ഓരോരോ കാര്യങ്ങൾ. വളയും മാലയും മേടിക്കുന്നിടത്തൊക്കെ ഭയങ്കര തിരക്കായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. ഞങ്ങളുടെ വാപ്പിയുടെ വീട് ഇവിടെയാണ്, സക്കര ബസാറാണ്. ഇവിടെ എല്ലാ കൊല്ലവും പെരുന്നാരാവ് ഇങ്ങനെയാണ്, ഭയങ്കര ആഘോഷമാണ്. ഞങ്ങൾ കുറേ നാൾ പണ്ടെന്നൊക്കെ പറയുമ്പോൾ ഉമ്മീനും പപ്പിയുടെയൊക്കെ കൈയും കാലൊക്കെ പിടിക്കുമായിരിക്കും. ഒന്ന് കൊണ്ടുപോകും അപ്പിയും ഉമ്മയും കൊണ്ടുപോകും, എല്ലാവരും പോകുമ്പോൾ ഞങ്ങൾ മാത്രം പോകും. പക്ഷേ ഇപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ എന്നെ എല്ലായിടത്തും കൊണ്ടുപോകുന്നു. എൻ്റെ കുഞ്ഞു മോനാണ് എൻ്റെ ഭർത്താവ്. അപ്പം അങ്ങനെ ഇവിടെ പോകണമെന്ന് പറഞ്ഞാൽ കൊണ്ടുപോയിരിക്കും. ആ പിള്ളേരെയും കൊണ്ട് പോകാം എന്നുള്ളതായിരിക്കും. പിന്നെ ഇത് കയ്യിൽ കൂറയില്ലെങ്കിലും ഞങ്ങൾ പോയിരിക്കും മക്കളെ. അപ്പോൾ ഇത് മൈലാഞ്ചിയാണ് കേട്ടോ. മൈലാഞ്ചി കടയിൽ ഒടുക്കത്ത് തിരക്ക്, സ്റ്റെൻസിലും മേടിക്കാൻ. അതപ്പം മെനക്കെടുണ്ടല്ലോ, സ്റ്റിക്കർ ഇട്ടിച്ച് കയ്യിൽ ഇടുക, മൈലാഞ്ചി പൊട്ടിച്ചിടുക. അങ്ങനെ ഒരു കടയിലേക്ക് എത്തിയപ്പോഴത്തേക്കും മിച്ചുവിന് അത് ചില്ലും കുപ്പി കണ്ടുകൊണ്ടുള്ള ആക്രാന്തത്തിൽ ജ്യൂസ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ജ്യൂസ് കുടിക്കുകയാണ്. ജ്യൂസ് കുടിച്ചുകൊണ്ടിരുന്നത് എനിക്ക് തന്നൊരു ഗ്ലാസ്സിലാണ് അവൾ കുടിക്കുന്നത്. രണ്ടാമത് ഞാനൊരു ഗ്ലാസ് ഓർഡർ ചെയ്തു, അതും അവൾ തന്നെ കുടിച്ചു. രണ്ടാമത് എനിക്ക് പറഞ്ഞതും അവൾ തന്നെയാണ് കേട്ടോ കുടിക്കുന്നത്. അതിൻ്റെ ഒരു നോട്ടം ഉണ്ടെങ്കിൽ. പിന്നെ ഞങ്ങളങ്ങനെ മുന്നോട്ട് പോയി. ഇനി ഞങ്ങളുടെ VP കിങ്സിൻ്റെ ആണ് ഈ ലൈറ്റ്. കഴിഞ്ഞ കൊല്ലം VK കിങ്സാണ്. VK കിങ്സ് ബോയ്സിൻ്റെ ആയിരുന്നു കഴിഞ്ഞ കൊല്ലം. ഇപ്രാവശ്യം VK ബോയ്സിൻ്റെയാണ്. അപ്പോൾ ഇങ്ങനെ ലൈറ്റ്സ് എഫക്ട്സും ഈ പരിപാടി കണ്ടക്ട് ചെയ്യുന്നത് അങ്ങനെ 2 ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിട്ട് ഓരോ കൊല്ലം ഓരോരുത്തർ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോകുന്ന വഴിക്ക് പൊറോട്ട മേടിച്ചു. രാവിലത്തേക്ക് അരിപ്പത്തിരി മേടിച്ചുകൊണ്ട് വന്ന് മുത്താപ്പാക്കും കൂടെ മേടിക്കണമായിരുന്നു. പിന്നെ അതൊക്കെ മേടിച്ച് ഞങ്ങൾ തിരിച്ച് വന്നിട്ട് മേടിച്ച 5-6 പടക്കം ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ ഉള്ളതൊക്കെ മേടിച്ചോളൂ, ഒച്ചയുള്ളതൊന്നും മേടിച്ചില്ല. 2-3 മത്താപ്പം ഇങ്ങനെ പൂക്കുറ്റി അങ്ങനെയുള്ളതൊക്കെ മേടിച്ചോളൂ. കമ്പിത്തിരി മേടിച്ചായിരുന്നു. തുറന്നും പൊട്ടിപ്പൊക്കിയുടെ മേത്ത് വീണേനെ. ഭാഗ്യം കൊണ്ടൊന്നും പറ്റിയില്ല. അങ്ങനെ ആ പടക്കമൊക്കെ പൊട്ടിച്ച് അത് പിള്ളേർക്ക് പൊട്ടിക്കാൻ പറ്റുന്നത് മാത്രം മേടിച്ചോളൂ. ഒരുപാട് ഉഗ്രശക്തിയുള്ളതൊന്നും മേടിച്ചൊന്നുമില്ല. അപ്പം ഞങ്ങളുടെ പെരുന്നാൾ ഇങ്ങനെയൊക്കെയാണ്. എല്ലാവർക്കും നല്ലൊരു പെരുന്നാൾ ആശംസകൾ നേരുന്നു. ബായ്.